മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇനിയിപ്പോൾ +1 അങ്ങനെ +1 എത്തുമ്പോൾ നമുക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ടാവും അല്ലേ. ഒത്തിരി മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് മാറുന്നില്ല, നമ്മൾ മാറുന്നില്ല, നമ്മുടെ ടീച്ചേഴ്സ്, നമ്മുടെ എക്സാമിനുള്ള ടീച്ചേഴ്സ് ആരും തന്നെ മാറുന്നില്ല. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ സ്കൂളിലേക്കാണ് പോകുന്നത്, നമുക്ക് പുതിയ കുറേ ഫ്രണ്ട്സ് കിട്ടും. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സും പുതിയതാണ്, പുതിയൊരു ബോർഡിൻ്റെയാണ്. അതായത് ഇത്രയും കാലം നിങ്ങൾ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചതെങ്കിൽ ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് NCERT ആണ്. ഇപ്പോൾ CBSE പഠിച്ച മക്കൾക്ക് കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾ NCERT തന്നെയായിരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ +1 വരുമ്പം, അതും +1 ബയോളജിയിലേക്ക് വരുമ്പം എൻ്റെ മക്കൾക്ക് എന്തൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? അപ്പോൾ നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും. നമുക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ 22 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താണ്, ഇതിൽ നിന്ന് 3 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തു. 3 ചാപ്റ്റർ ഡിലീറ്റഡ്. 3 ചാപ്റ്റർ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്? ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 19 ചാപ്റ്ററാണ്. എന്നാലും കൂടുതലാണല്ലേ. അപ്പോൾ 19 ചാപ്റ്റേഴ്സ് എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അത് തന്നെ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് അല്ല, കുറച്ച് അത്യാവശ്യം ഡെപ്തിൽ പഠിക്കാനുള്ളതാണ്. ആൻഡ് ഇപ്പം നിങ്ങളോട് എല്ലാവരും പറയാറുണ്ട് 9ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്, 10ാം ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ 9ാം ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് നിങ്ങൾ +1 പഠിക്കുന്നത്. ആ ഒരു കാര്യം കള്ളമല്ല, സത്യമാണെന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ തന്നെ ലിവിങ് വേൾഡാണ്. അപ്പോൾ ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ചാപ്റ്ററാണ്, 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ലിവിങ് വേൾഡിൽ നിന്ന് നിങ്ങൾ നമ്മുടെ ചുറ്റുപാട് എന്താണുള്ളത്, ചുറ്റുപാടുള്ള ജീവികൾ എന്തൊക്കെയാണ്, ഓക്കെ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ചാപ്റ്ററിൽ നിങ്ങൾക്കുള്ളത്. ആൻഡ് രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബേസിക് ചാപ്റ്ററാണ്. ഇനി നിങ്ങൾ +2 എത്തുമ്പോൾ വരെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓർഗാനിസംസിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാക്ടീരിയ ഉണ്ട്, സസ്യങ്ങൾ, പ്ലാന്റ്സ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, അനിമൽസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരാളായിരിക്കും അമീബ, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് പറയുക പ്ലാങ്ക്ടൺസ്. ഓക്കെ, പ്ലാങ്ക്ടൺസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അവരൊക്കെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, അതൊക്കെ നമ്മളിവിടെ പഠിക്കും. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അതായത് ഇവിടെ നമ്മൾ 5 കിങ്ഡംസ് പഠിക്കുന്നുണ്ട്. എന്താണ് കിങ്ഡം എന്ന് നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ അതായത് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ആദ്യത്തെ ചാപ്റ്ററിൽ എന്താണ് ഒരു ബേസിക് ക്ലാസിഫിക്കേഷൻ എന്ന് നിങ്ങൾ കാണും. അതിൻ്റെ കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽഡ് വേർഷൻ ഇവിടെ നിങ്ങൾ കാണും. അപ്പോൾ ഇവിടെ നിങ്ങൾ 3 കിങ്ഡംസ് ആണ് പഠിക്കുക, 3 കിങ്ഡംസ്. അപ്പോൾ 4ാമത്തെ കിങ്ഡം എവിടെ? 4ാമത്തെ കിങ്ഡമാണ് നമ്മളുടെ പ്ലാൻ കിങ്ഡം. അതാണ് നിങ്ങൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിനെ കുറിച്ച് കംപ്ലീറ്റ് നിങ്ങളിവിടെ പഠിക്കും. ഓക്കെ, പ്ലാന്റ്സിനെ നമ്മളത് 5 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ആ 5 ഗ്രൂപ്പുകളും എൻ്റെ മക്കൾ എവിടെ പഠിക്കും? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ 5ാമത്തെ കിങ്ഡം ഏതാണ്? 5ാമത്തെ കിങ്ഡമാണ് നമ്മളുടെ അനിമൽ കിങ്ഡം. ഇതാണ് എൻ്റെ മക്കൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇതാണ് +1 ബയോളജിയിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മൾ എക്സാമിനറിൻ്റെ ബാച്ചിലെ മക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സീനിയേഴ്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനിമൽ കിങ്ഡത്തിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിനോടൊന്ന് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോടൊന്ന് ചോദിച്ചാൽ മതി. അതായത് അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞൊരു വലിയ ചാപ്റ്ററാണ്, കുറേ പേര് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. പക്ഷെ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിലെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ ഫേവറേറ്റ് ചാപ്റ്ററാണ്. കാരണം അത്ര രസമായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിപ്പിക്കുക. അതൊരു നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ. ദെൻ അടുത്ത യൂണിറ്റാണ് നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കും. പ്ലാന്റ്സിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, പുറമേ കാണുന്നത് എന്തൊക്കെയാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ കാണുന്നത് എന്തൊക്കെയാണ്, അതായത് പ്ലാന്റ്സിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചർ. അതാണ് നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുക. ഓക്കെ, ആൻഡ് അത് കഴിഞ്ഞാൽ ആനിമൽസിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കും. 7ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ആനിമൽസിനെ കുറിച്ച് പഠിക്കും. അതിൽ തന്നെ നിങ്ങൾക്ക് കുറേ ഭാഗങ്ങൾ ഡിലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് നമ്മുടെ തവളക്കുട്ടനെയാണ്, ഫ്രോഗിനെ കുറിച്ചാണ്. ഓക്കെ, പിന്നെ നമ്മളുടെ 8ാമത്തെ ചാപ്റ്ററാണ് സെൽ, ദി യൂണിറ്റ് ഓഫ് ലൈഫ്. എല്ലാറ്റിൻ്റെയും ബേസ് എന്ന് പറയുന്നത് സെൽസ് ആണല്ലേ. അപ്പോൾ ആ സെല്ലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അത് നമ്മളിവിടെ പഠിക്കും. ദെൻ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്ന് മിസ്സ് പറയും. കാരണം ഇതെന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കെമിസ്ട്രിയിലും നിങ്ങൾ ബയോമോളിക്യൂൾസ് പഠിക്കുന്നുണ്ടാകും. നമ്മളുടെ ബോഡി എല്ലാം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കെമിക്കൽ മോളിക്യൂൾസിനെ കൊണ്ടാണ്. അപ്പോൾ ആ കെമിക്കൽ മോളിക്യൂൾസ് ഏതൊക്കെയാണ്, അതെവിടേക്കാണ് കാണുന്നത്, അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുക. ദെൻ നമ്മുടെ അടുത്ത ചാപ്റ്ററാണ്
10ാമത്തെ ചാപ്റ്റർ, വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. മിസ്സിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. ഒന്ന് അനിമൽ കിങ്ഡം, ഒന്ന് സെൽ സൈക്കിൾ. നല്ല രസമുള്ളൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. ഒരിക്കലും ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മറന്നു പോവില്ല. ഇതിൻ്റെ ഒരു കുഞ്ഞു ഭാഗം നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുമുണ്ട്, ഡിവിഷൻ ഫോർ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾ ഇവിടെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പഠിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളുടെ പ്ലാന്റ്സ്, ആദ്യം ഫോട്ടോസിന്തസിസ് ഇൻ പ്ലാന്റ്സ്. ഇതല്ലേ നമ്മൾ 9ാം ക്ലാസ്സിൽ ആദ്യത്തെ ചാപ്റ്റേഴ്സ്, പ്രൊട്ടക്ടേഴ്സ് ഓഫ് ബയോസ്ഫിയർ. നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്നു, അതെൻ്റെ മക്കൾ ഇവിടെ പഠിക്കും. ആൻഡ് അടുത്തത് പ്ലാന്റ്സ് എങ്ങനെയാണ് റെസ്പയർ ചെയ്യുക, അതാണ് നമ്മളുടെ 12ാമത്തെ ചാപ്റ്റർ. പ്ലാന്റ്സ് റെസ്പിറേഷൻ ചെയ്യും, അതിൻ്റെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് വേർഷനാണ്. നല്ല രസമുള്ളൊരു ചാപ്റ്ററാണ്. ഓക്കെ, നല്ല രസമാക്കി തന്നെ നമ്മുടെ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കും. ദെൻ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, ഇത് നമ്മളുടെ 13ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാന്റ്സിൻ്റെ ശരീരത്തിലുള്ള ഹോർമോണുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ആകെ 5 ഹോർമോൺസേ ഉള്ളൂ. ആ 5 ഹോർമോൺസും എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാന്റ്സിന് ചെയ്യുന്നത്, അതോടുകൂടി പ്ലാന്റ്സ് കഴിയുന്നു. ഇനിയാണ് നിങ്ങളിത് 9ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ശരിക്കും ഡൈജഷനും ഉണ്ടായിരുന്നു, ദഹനത്തിൻ്റെ ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് ഡിലീറ്റ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ശ്വസനം പഠിക്കുന്നില്ലേ, ബ്രീത്തിങ് ഫോർ എനർജി, അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളുടെ 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. പിന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട് നമ്മളുടെ സിമ്പിൾ ന്യൂട്രിയൻസ് ടു സെൽസ്, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഒരു തുടർച്ചയാണ് നമ്മളുടെ ഹാർട്ടിൻ്റെ ചാപ്റ്ററാണ് നമ്മളുടെ 15ാമത്തെ ചാപ്റ്റർ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. നമ്മുടെ ഹാർട്ടിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ഹാർട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ബ്ലഡ് സെൽസ് ഏതൊക്കെയാണ്, അങ്ങനെ എല്ലാം നമ്മളിവിടെ പഠിക്കും. ആൻഡ് നമ്മളുടെ എക്സ്ക്രീഷൻ്റെ ചാപ്റ്റർ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ലേ, അതാണ് നമ്മളുടെ 16ാമത്തെ ചാപ്റ്റർ. നമ്മുടെ കിഡ്നി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കിഡ്നി എങ്ങനെയാണ് നമ്മുടെ ബ്ലഡിനെ ഫിൽട്ടർ ചെയ്യുന്നത്, അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ദെൻ 17ാമത്തെ ചാപ്റ്റർ, ഇതും എൻ്റെ മക്കൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ. ഇതായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്, നമ്മുടെ ബയോളജി ഓഫ് മൂവ്മെൻറ്റ്, ചലനത്തിൻ്റെ ജീവശാസ്ത്രം. അത് തന്നെയാണ്, അതിൻ്റെ ഒരു തുടർച്ചയാണ്. അത് തന്നെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി എക്സ്ട്രാ ഉണ്ട്. അതാണ് നിങ്ങളിവിടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ദെൻ നമ്മുടെ 18 ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്ററിൻ്റെ നമ്മളുടെ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസിലുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുമാണ്. ഓക്കെ, ദെൻ നമ്മളുടെ 19ാമത്തെ ചാപ്റ്റർ, ഇത് നമ്മളുടെ 10ാം ക്ലാസ്സിലുള്ള കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, ഹോർമോൺസിൻ്റെ ചാപ്റ്ററാണ് അല്ലേ. അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഇതാണ് പറഞ്ഞത് 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ആൻഡ് ഇതൊന്നും കണ്ട് ഈ ചാപ്റ്ററിൻ്റെ നമ്പർ ഒന്നും കണ്ട് എൻ്റെ മക്കൾ പേടിക്കേണ്ട. കാരണം ഇതെല്ലാം ഏറ്റവും സിമ്പിളായിട്ട് തന്നെ എൻ്റെ മക്കളെ നമ്മളുടെ അഗ്നി ബാച്ചിൽ പഠിപ്പിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യാം മക്കളെ. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് പഠിച്ച് ഫുൾ A+ അല്ല, ഫുൾ മാർക്ക് വാങ്ങിക്കാം.